തീപ്പെട്ടി ഉണ്ടോ? ലൈറ്റ് ഇറങ്ങി വന്നിട്ട് പോ. ലൈറ്റ് ഇത് കൊള്ളാമല്ലോ. അവിടെ നിൽക്കാൻ എന്റെ ലൈറ്റ് ഒന്നും തന്നിട്ട് കൂടാ. അവിടെ ഇങ്ങനെ നിൽക്കാൻ ചോര. എടാ ദ്രോഹി, നിങ്ങളാവേ. ഈ സൈക്കിൾ നോക്കുവാ. നീ വിചാരിച്ചു പിടികിട്ടത്തില്ലെന്നില്ലേ? നീ എന്നെ ലൈറ്റ് കൊണ്ട് അയ്യോ ആള് മാറിപ്പോയ നീയാ. അവിടെ നിങ്ങളാണ്, അവിടെ നിൽക്കാൻ. ഇടം നിങ്ങളാണ്. ഇടം നിന്നെ ഇന്ന് ഞാൻ ബാഗ് പോയി. അയ്യോ അയ്യോ, സൈക്കിൾ ചവിട്ടി എന്റെ അട പോരി പോയാ. എന്ത് പറ്റി? അമ്മാവിന്റെ ബസ് ഡ്രൈവർ അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ. പിശാച് വരുന്നു. എവിടെയാ തണ്ടി? ആര്? ആ സൈക്കിൾ വന്നില്ലേ, അവൻ തന്നെ. എന്താ കാര്യം? എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചു. ഇത് കണ്ടോ, എന്റെ ലൈറ്റർ കൊണ്ട് എന്നെ അവൻ എറിഞ്ഞതാ. അടിച്ചവന്റെ മോന്ത ഞാൻ കിടക്കും. എടാ ഉസ്മാനെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. നിന്നെ ഇന്ന് ചങ്ങലക്കിടാൻ ഞാൻ വിടില്ല. ചങ്ങലയോ? അതിന്? എന്റെ പൊന്ന് സാറെ, ക്ഷമിച്ചോളാം. ലോകത്തൊരു ഡോക്ടർമാരില്ലേ ഇനി അവനെ ചികിത്സിക്കാൻ. എന്റെ അനിയന എന്ത് ചെയ്യാനാ, പ്രാന്തായിപ്പോയി. ഭ്രാന്തോ? പ്രാന്തെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ലൈറ്റർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതെടുത്തിട്ട് ആരെങ്കിലും എറിയും. അതുപോലെ പുതിയ ഭ്രാന്താണല്ലോ. അതെ, ഇംഗ്ലീഷിൽ ഇതിന് ലൈട്രോഫോബിയ എന്ന് പറയും. എന്തോന്ന്? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല. എന്നാലേ പിടിച്ചെവിടെയെങ്കിലും കെട്ടിയിട്, അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലും. അല്ല, എന്താന്ന് പേരാ പറഞ്ഞേ? ലൈട്രോഫോബിയ. സാവിത്രി, നോക്കുമോളെ, ചെല്ല. അമ്മായി, അകത്തോണ്ട് വെച്ചേക്ക്. നന്ദിനി അവിടെ എന്നെ ഇരുത്തി പൊറുപ്പിക്കുന്നില്ല. അപ്പച്ചിയെ കാണണം എന്നൊരേ വാശി. പിന്നെ വരുമ്പോ എങ്ങനെയാ വെറുകയോടെ വരിക? ചിറ്റേരി നെല്ലിന്റെ കഞ്ഞി നിനക്ക് പണ്ടേ വലിയ ഇഷ്ടമായിരുന്നല്ലോ. നെല്ലുകുത്തി അരിയുടെ കഞ്ഞി കുടിച്ച കാലമൊക്കെ മറന്നുപോയി ചേട്ടാ. ഒക്കെ വിധിയാ സാവിത്രി. അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനൊരു തോന്നലുണ്ടാകാൻ കാരണം എന്താ? ഞാൻ തീരുമാനിച്ചതാ? അല്ല, ഈശ്വരൻ തീരുമാനിച്ചു, ഞാൻ വന്നു. ഏട്ടനിരിക്കെ. ഓ,
ഞങ്ങളെന്നാ ഞാൻ കാപ്പി എടുക്കട്ടെ? നിക്ക് അവളുണ്ടാക്കും കാപ്പിയൊക്കെ. അവളും ഇതൊക്കെ പഠിക്കട്ടെ. തന്നെയല്ല, എത്ര കാലമെന്ന് വെച്ചാ ഒരുത്തി ഒറ്റയ്ക്ക് എങ്ങനെ കഷ്ടപ്പെടുക? ചെല്ലു മോളെ. എത്ര പെട്ടെന്നാ കാലം കടന്നു പോണത്, എത്ര പെട്ടെന്നാ മനുഷ്യന്റെ കോലം മാറണത്. പണ്ട് എടവപ്പാതിക്കാലത്ത് ഏട്ടന്റെ കയ്യും പിടിച്ച് ചെളിവെള്ളവും തെറിപ്പിച്ച് നടന്ന ആ കൊച്ചു സുന്ദരിക്കുട്ടിയാ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നീയെ. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അച്ഛന്റെ തല്ലത്രേ എനിക്ക്. എന്ത് വികൃതി കാണിച്ചാലും നിനക്ക് തല്ലില്ല. നീ അച്ഛന്റെ പുന്നാര മോളല്ലേ. ആവൂ, കോടതിയിൽ പോവാൻ വേണ്ടി അച്ഛൻ തേച്ചലക്ക് വെച്ചിരുന്ന കുപ്പായത്തില് എന്റെ കൈ തട്ടി മഷി വീണു. പുളിവടിയും വെട്ടി അച്ഛൻ എന്നെ തല്ലാൻ വന്നപ്പോ നീ പറഞ്ഞു, ഏട്ടനല്ലച്ചാ ഞാനാ മഷി തട്ടിയതെന്ന്. അന്ന് എന്നെ തല്ലുകൊള്ളിക്കാതിരുന്നതിന് ഞാൻ നിനക്കൊരു സമ്മാനം തന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? മറക്കാൻ പറ്റുകേട്ടാ എനിക്കതൊക്കെ. ബക്കാല നിലവാടി, ബക്കാല നിലവാടി, മുക്കാല. നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ തന്നെ നാട്ടുകാരെ ഒരുപാട് പരാതികളുണ്ട്. ഒരു പ്രശ്നം. എങ്ങോട്ടാ? ഇപ്പൊ ആദ്യം ആഹാരം കഴിക്കുന്നു. ആഹാരം ആഹാരം അത് കഴിഞ്ഞ് വേറെ പ്രശ്നമുണ്ട്. ഇങ്ങോട്ട് വന്ന് നാട്ടുകാർ കൈ വെക്കുന്നതിന് മുമ്പ് പോയിട്ട് വരാം. എത്ര കൊല്ലമായി ഇതുപോലെ പുളിങ്കറി കൂട്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരു 10-25 കൊല്ലം പുറകോട്ട് പോയ പോലെ തോന്നുക. കേട്ടോ നന്ദിനി, നിന്റെ അമ്മയുടെ കയ്യല്ല അപ്പച്ചയുടെ കയ്യ്. ഒക്കെ കണ്ടു പഠിച്ചോ. ഇവിടെ ആരും ഇല്ലേ? ആരാ അത്? മോളെ ചെന്ന് നോക്ക്. നീ ആ പുളിങ്കറി കുറച്ച് ഒഴിക്ക. ഇതാര്? അച്യുതന്റെ അമ്മയെ വിളിക്കും. ഇയാളുടെ കയ്യിൽ നിന്നാണ് അച്യുതൻ ദുബായി പോകാൻ കാശ് വാങ്ങിച്ചത്. ഇതുവരെ ചോദിക്കാതിരുന്നത് പറഞ്ഞ ദിവസം എന്റെ കാശ് തരുമെന്ന് വിചാരിച്ചിട്ടാ. മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നോ അതോ ഞാൻ വേറെ വല്ല വഴി നോക്കണോ? പോയി ചോദിക്കേ. എങ്ങനെ? അല്ല, വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാൽ സമ്മതിക്കല്ലോ. ആരാ അവിടെ ഒച്ചെടുക്കുന്നത്? അച്ചേട്ടൻ വാങ്ങിച്ച കാശ് കൊടുക്കാൻ. അതെന്താ സാവിത്രി, അച്ചു കാശൊന്നും വെച്ചിരുന്നില്ലേ? അവൻ വരുമ്പോ കാശൊക്കെ ഒന്നിച്ചു കൊണ്ടുവരാൻ എഴുതിയിരിക്കുന്നു. എടാ, കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് കടിക്കുന്ന പൂച്ചാരടിച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. ഒരവധി പറഞ്ഞു തന്നില്ല, രണ്ടാവധി പറഞ്ഞു തന്നില്ല, ഇപ്പൊ മൂന്നവ. എന്താടോ? ഇയാളുടെ കയ്യിൽ നിന്നാ അച്യുതൻ 8000 രൂപ ദുബായി പോകാൻ മേടിച്ചത്. ആണോടോ? മുഖത്ത് നോക്കി പറയണോ. മനുഷ്യരായ അങ്ങോട്ട് മനുഷ്യരായാല് പറഞ്ഞ വാക്കിന് കുറച്ചൊക്കെ വില വേണം. താൻ ഞങ്ങളെ കൊച്ചാക്കാൻ നോക്കൊന്നും വേണ്ട. അയാളുടെ ഒരു 8000 ഉലുവ. ബസ് മുതലാളി KP തങ്കപ്പൻ നായരാ ഞാൻ. വൈകുന്നേരത്തെ വീട്ടിലേക്ക് വന്നേര്, തന്റെ കാശ് വന്നേക്കാം. വൈകുന്നേരം മറക്കാതെ കാശ് വാങ്ങിച്ചോണം. ഒരുപാടുണ്ടല്ലോ. കൂട്ടത്തിൽ കല്യാണ ആവശ്യത്തിനുള്ള തുണികൾ മറ്റൊന്ന് വാങ്ങി. കാഴ്ചക്ക് ഒരു 10 പോകാൻ തോന്നിക്കില്ലേ? വേറും റോൾഡ് ഗോൾഡ് വില 85 രൂപ. പിന്നെ വാച്ച് നല്ല ഒരെണ്ണം തന്നെ അങ്ങ് വാങ്ങിച്ചു. ദുബായ്ക്കാരൻ നാട്ടിൽ വരുമ്പോ അവിടെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വരും. അവർക്കെന്തുണ്ട്? അവർക്ക് കൊടുക്കാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. മിഠായിയോ? നീ പോയി ഒരു കല്ലിങ് എടുത്തോണ്ട്. കല്ലോ? ആ, എളുപ്പമായിട്ട് ഒരു നമ്പറുണ്ട്. ചെല്ലി ചെന്നാട്ടെ. അച്യുതാ, എനിക്ക് തരാനുള്ള 500 രൂപ എന്നാ ഞാനങ്ങ് പോയേനെയായിരുന്നു. മാഷെ, തിരക്ക് കൂട്ടാതെ. ഇനിയിപ്പോ ടാക്സിക്ക് കൊടുക്കണം. കാര്യങ്ങൾ കല്യാണം വരെ എത്തിക്കണമെങ്കിൽ രൂപ എത്ര വേണം? തൽക്കാലം എത്ര ഇരിക്കട്ടെ. വെച്ചോ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അല്ല, ഇത്രയെങ്കിലും കോയ വാങ്ങണം. കടമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. കടവും കടപ്പാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ബാക്കി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഒന്നിങ്ങി വന്നേ. ഞാൻ ഇതങ്ങ് അകത്ത് കൊണ്ടുപോവാ. അതായത് ഇതിനകത്താണ് കല്ല്, അതായത് TV. മനസ്സിലായല്ലോ?
ഇതിനകത്ത് വെറും വൈക്കോല്. രണ്ടുകൂടെ മാറിപ്പോരും. മാറിപ്പോയാലുള്ള പ്രശ്നം അറിയാലോ. രണ്ടുപേർക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ഇനി ഒരു വേഷം കൂടി കോയ കെട്ടേണ്ടി വരും. നിങ്ങളെപ്പോഴാ സിനിമ പിടിക്കുക? പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. ആ അമ്മാവന്റെ മുന്നിൽ കോയ കെട്ടേണ്ട അടുത്ത വേഷം ഒരു പണക്കാരൻ്റെതാണ്. എനിക്കൊരു കല്യാണാലോചന. പണക്കാരൻ ആയിക്കോട്ടെ. ജീവിതത്തിലാകാൻ കഴിയാത്തത് അഭിനയിച്ചെങ്കിലും തൃപ്തിപ്പെടാം. അതെ, ആ നമുക്കിതൊക്കെ ഒന്ന് കെട്ടിവെക്കാം.